67 വയസ്സുള്ള ഒരു കർഷകനായ റിച്ചാർഡ് തന്റെ ചെറുതെങ്കിലും മനോഹരമായ ഫാമിൽ ഒരു ദിവസം ജോലി ചെയ്യുകയായിരുന്നു. അവന്റെ ഫാം പഴങ്ങളും പച്ചക്കറികളും വളർത്തുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു. കൂടാതെ കുറച്ച് മൃഗങ്ങളെയും പരിപാലിച്ചിരുന്നു. വലിയ ഫാമുകൾക്കിടയിൽ അവന്റെ ഫാം ചെറുതായിരുന്നെങ്കിലും റിച്ചാർഡിന് അതിൽ അഭിമാനമുണ്ടായിരുന്നു. അവൻ ദിവസവും കഠിനമായി അധ്വാനിച്ച് ഫാമിനെ മികച്ച നിലയിൽ നിലനിർത്തി. ഒരു ദിവസം ആപ്പിൾ മരങ്ങൾ പരിശോധിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ഒരു കാർ എവിടെയോ ഇടിച്ചതുപോലെ. അവൻ നോക്കിയപ്പോൾ ദൂരെ കറുത്ത പുക ഉയർന്നത് കണ്ടു. എന്റെ മരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചിന്തിച്ച് അവൻ വേഗം അവിടേക്ക് ഓട്ടി. അവിടെ എത്തിയപ്പോൾ ഒരു ആപ്പിൾ മരം വളഞ്ഞുകിടക്കുന്നതും അടുത്തൊരു ആഡംബരക്കാർ തീപിടിച്ചെരിയുന്നതും കണ്ടു. റിച്ചാർഡ് ശ്രദ്ധിച്ചു. കാറിൽ ആരുമില്ല. അവൻ ആശ്വാസമനുഭവിച്ചു. പക്ഷെ പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു, ആരോ നിലത്ത് ഇഴയുന്നതുപോലെ. അവൻ ആ ശബ്ദം പിന്തുടർന്നു നോക്കി. അവിടെ കത്തിച്ച വസ്ത്രത്തിന്റെ കഷണങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ചുദൂരെ ഏകദേശം 20 വയസ്സ് പ്രായമുള്ള ഒരു യുവതി വസ്ത്രമില്ലാതെ ബോധരഹിതയായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. റിച്ചാർഡ് ഉടനെ തന്റെ ഷർട്ടൂരി അവൾക്ക് മറയ്ക്കാൻ നൽകി. അവളെ അടുത്തുനിന്ന് നോക്കിയപ്പോൾ അവൾ ജീവനോടെയുണ്ടെന്ന് മനസ്സിലായി, പക്ഷേ ബോധം മറഞ്ഞ നിലയിലായിരുന്നു. അവൾ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ബോധം കിട്ടുപോയി. റിച്ചാർഡ് ഒരു നിമിഷം ചിന്തിച്ചു, കാറിന്റെ തീ അണയ്ക്കണോ അതോ പെൺകുട്ടിയെ രക്ഷിക്കണോ? പക്ഷേ തീ വലുതായിരുന്നു. കാർ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അവൻ തീരുമാനിച്ചു, പെൺകുട്ടിയെ രക്ഷിക്കണം. അവളെ എടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അവളെ കിടക്കയിൽ കിടത്തി തലയിലെ ചെറിയ മുറിവ് വൃത്തിയാക്കി മരുന്നുവച്ചു. മറ്റ് പരിക്കുകളില്ലെന്ന് ഉറപ്പുവരുത്തി. പിന്നീട് അവൻ അഗ്നിശമന സേനയെയും ആംബുലൻസിനെയും വിളിച്ചു. പക്ഷേ അവന്റെ ഫാം വളരെ ദൂരെയായിരുന്നതിനാൽ അവർ എത്താൻ 30 മിനിറ്റെടുത്തു. അതിനിടെ കാർ പൂർണ്ണമായും കത്തി. റിച്ചാർഡിന്റെ ആപ്പിൾ തോട്ടത്തിന്റെ വലിയൊരു ഭാഗവും നശിച്ചു. അവന് ദേഷ്യവും വിഷമവും തോന്നി. വർഷങ്ങളായി അധ്വാനിച്ച് വളർത്തിയ തോട്ടം നഷ്ടപ്പെട്ടു. ആംബുലൻസ് എത്തി പെൺകുട്ടിയെ പരിശോധിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. ഇതൊരു അത്ഭുതമാണ് എന്ന് അവർ പറഞ്ഞു. ഒരാൾ അവന്റെ തോളിൽ തട്ടി, നീ ഒരു ഹീറോയാണ്, അവളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ റിച്ചാർഡിന് ദേഷ്യമായിരുന്നു. എനിക്ക് ഹീറോ ആകേണ്ട, ഈ പെൺകുട്ടി എഴുന്നേറ്റ് എന്റെ നഷ്ടം നികത്തണം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. റിച്ചാർഡ് ഒരു കർക്കശനായ മനുഷ്യനായിരുന്നു. അവന്റെ ദേഷ്യവും നേരിട്ടുള്ള സംസാരവും എല്ലാവർക്കും അറിയാമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, കൂടുതൽ പരിശോധനകൾ വേണം. റിച്ചാർഡ് ചോദിച്ചു, അവൾ എപ്പോൾ ശരിയാകും? ഡോക്ടർ പറഞ്ഞു, അവൾക്ക് തലയിൽ ചെറിയ പ്രശ്നമുണ്ടാകാം, ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കും. ദിവസങ്ങൾ കടന്നുപോയി. റിച്ചാർഡിന്റെ തോട്ടത്തിലെ കത്തിയ മരങ്ങളുടെ മണം അവനെ നഷ്ടപ്പെട്ടവയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നഷ്ടത്തിന്റെ വേദന. എങ്കിലും അവൻ ദിവസവും ആശുപത്രിയിൽ പോയി ആ പെൺകുട്ടിയെ കണ്ടു. അവളെ തേടി ആരും വന്നില്ല. പോലീസിന് അവളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. റിച്ചാർഡ് മാത്രമാണ് അവളെ കാണാൻ വന്നത്. അവനൊരു വാക്കുപോലും സംസാരിക്കാതെ അവളുടെ കിടക്കയ്ക്കരികിലിരിക്കും. ചില ദിവസങ്ങളിൽ അവൻ അവൾക്ക് പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്നു, പക്ഷേ ആരോടും പറഞ്ഞില്ല. 1 മാസത്തിനുശേഷം ഒരു ദിവസം ആ പെൺകുട്ടി കണ്ണു തുറന്നു. റിച്ചാർഡ് ആവേശത്തോടെ ഡോക്ടർമാരെ വിളിച്ചു. പക്ഷേ അവൾക്കൊന്നും ഓർമ്മയില്ല. അവളുടെ പേര്, എന്താണ് സംഭവിച്ചത്, ഒന്നും. അവൾ, എന്റെ ഫോൺ എവിടെ, എല്ലാം അതിലുണ്ട് എന്നു പറഞ്ഞു. പക്ഷേ ഫോൺ കാറിൽ കത്തിപ്പോയിരുന്നു. ഡോക്ടർ പറഞ്ഞു, അവൾക്കിനി ഇവിടെ തുടരാൻ കഴിയില്ല. റിച്ചാർഡ്, നിന്റെ വീട്ടിൽ കുറച്ചു ദിവസം അവളെ പരിചരിക്കാൻ കഴിയുമോ? ഞങ്ങൾ അവളുടെ കുടുംബത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. റിച്ചാർഡിന് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവനാണ്. എല്ലാം ഒരു ക്രമത്തിലാണ്. പക്ഷേ അവന്റെ മനസ്സിൽ എന്തോ മാറ്റം വന്നു. അവൻ ശരി, കുറച്ചു ദിവസം എന്ന് സമ്മതിച്ചു. ആ പെൺകുട്ടിയെ പൗല എന്ന് വിളിച്ചു. പക്ഷേ അത് അവളുടെ യഥാർത്ഥ പേരാണോ എന്നറിയില്ല. പൗലയ്ക്ക് റിച്ചാർഡിന്റെ വീട്ടിലേക്ക് പോകാൻ താൽപ്പര്യമില്ലായിരുന്നു. ഈ വൃദ്ധന്റെ കൂടെ ഞാൻ എന്തിനു പോകണം എന്ന് ദേഷ്യപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, റിച്ചാർഡാണ് നിന്നെ രക്ഷിച്ചത്. അവൻ ദിവസവും നിന്നെ കാണാൻ വന്നു. നിന്റെ കുടുംബത്തെ കണ്ടെത്താൻ ഇതാണ് ഏറ്റവും നല്ല വഴി. പൗല ഒടുവിൽ സമ്മതിച്ചു. റിച്ചാർഡിന്റെ പഴയ ട്രക്കിൽ അവർ വീട്ടിലേക്ക് പോയി. പൗലയ്ക്ക് ആ വീട് ഇഷ്ടപ്പെട്ടില്ല. ഇന്റർനെറ്റില്ല, ടിവി പോലും ശരിയല്ല. ഇവിടെ എങ്ങനെ ജീവിക്കും എന്ന് പരാതിപ്പെട്ടു. റിച്ചാർഡ് ശാന്തമായി പറഞ്ഞു, നിന്റെ കാർ എന്റെ തോട്ടം കത്തിച്ചു. $2000 നഷ്ടം. നീ ഇവിടെ ജോലി ചെയ്ത് അത് നികത്തണം. പൗല ഞെട്ടിപ്പോയി. പക്ഷേ ഒടുവിൽ ശരി എന്ന് പറഞ്ഞു. അവൾ ഫാമിൽ ജോലി തുടങ്ങി. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ, ക്യാരറ്റ് വിളവെടുപ്പ്, എല്ലാം. ദിവസങ്ങൾ കഴിയുന്തോറും പൗലയ്ക്ക് റിച്ചാർഡിനെക്കുറിച്ച് കുറച്ചു മനസ്സിലാകാൻ തുടങ്ങി. ഒരു രാത്രി അവൾ ചോദിച്ചു,
നിനക്ക് ഭാര്യയില്ലേ? റിച്ചാർഡ് പറഞ്ഞു. എനിക്കൊരു ഭാര്യയുണ്ടായിരുന്നു, പക്ഷേ അവൾ എന്നെ ഉപേക്ഷിച്ചുപോയി. എനിക്കൊരു മകളുണ്ടായിരുന്നു, പക്ഷേ അവളുടെ അമ്മ അവളെ എന്നിൽ നിന്ന് മറച്ചു. അവളുടെ പേര് പൗല, നിന്റെ പേര് പോലെ. പൗലയ്ക്ക് അവനോട് കരുണ തോന്നി. അവന്റെ ദേഷ്യത്തിനു പിന്നിൽ വലിയ വേദനയുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. ഒരു ദിവസം പോലീസ് റിച്ചാർഡിന്റെ വീട്ടിലെത്തി. അവർ വീട് തകർത്ത് പൗലയെ കണ്ടെത്തി. ഒരു സ്ത്രീ ജോവന്ന വന്ന് റിച്ചാർഡിനെ നീ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് ആക്രോശിച്ചു. റിച്ചാർഡ് ഞെട്ടിപ്പോയി. ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. അവൾ എന്റെ തോട്ടത്തിൽ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നീട് മനസ്സിലായി പൗല റിച്ചാർഡിന്റെ മകൾ തന്നെയാണ്. ജോവന്ന അവളെ ചെറുപ്പത്തിൽ കൊണ്ടുപോയി റിച്ചാർഡിനെ കാണാൻ അനുവദിച്ചില്ല. പൗല ഒരു പ്രശസ്ത നടിയും മോഡലുമായിരുന്നു. പൗലക്സ് എന്ന പേര് ലോകം അറിയപ്പെട്ടിരുന്നു. അവളുടെ അമ്മ അവളെ നിയന്ത്രിച്ചു. പക്ഷേ പൗല തന്റെ പിതാവിനെക്കുറിച്ചറിയാൻ ശ്രമിച്ചിരുന്നു. അവർക്കിടയിൽ വഴക്കുണ്ടായി. പൗല കാർ എടുത്തുപോയി. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. പോലീസ് അവളെ കൊണ്ടുപോയി. റിച്ചാർഡിനെ ഒഴിവാക്കാൻ ജോവന്ന പറഞ്ഞു. പക്ഷേ പൗല തന്റെ ഓർമ്മകൾ വീണ്ടെടുത്തു. അവൾ അമ്മയുടെ എതിർപ്പിനെ മറികടന്ന് റിച്ചാർഡിനെ കാണാൻ തിരിച്ചുവന്നു. ഒരു ദിവസം റിച്ചാർഡ് തന്റെ തോട്ടത്തിൽ ഒരു സ്ത്രീയെ കണ്ടു. അത് പൗലയായിരുന്നു. അവൾ പറഞ്ഞു, റിച്ചാർഡ്, നിന്നോടൊപ്പം ഒരു പുതിയ തുടക്കം വേണം. നമുക്കൊരു പുതിയ ആപ്പിൾ തോട്ടമുണ്ടാക്കാം. ഞാൻ എല്ലാ ചെലവും വഹിക്കും. നിന്നെ എന്റെ അപ്പനെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റിച്ചാർഡിന്റെ കണ്ണുകൾ നിറഞ്ഞു. നമുക്കൊരുമിച്ച് ഏറ്റവും മനോഹരമായ തോട്ടമുണ്ടാക്കാം എന്റെ മകളെ എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ വർഷങ്ങളായി നഷ്ടപ്പെട്ട പിതാവും മകളും ഒന്നിച്ച് പുതിയ ജീവിതം തുടങ്ങി. നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയാൻ മറക്കരുത്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം. താങ്ക് യു.